കൃഷ്ണ ഗുരുവായൂരപ്പ. നമുക്കിന്ന് വ്യാസൻ്റെയും നാരദൻ്റെയും കഥ കേൾക്കാം. സനൽകുമാരന്മാർക്കാണ് ആദ്യമായി ഭാഗവത കഥകൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായത്. അതും മഹാവിഷ്ണുവിൽ നിന്ന്. മഹാവിഷ്ണുവിൽ നിന്ന് കേട്ടുപഠിച്ച ഭാഗവത കഥകൾ സനൽകുമാരന്മാർ ബ്രഹ്മാവിന് ഉപദേശിച്ചു. ഭാഗവത കഥകളുടെ മഹത്വമറിഞ്ഞ ബ്രഹ്മാവിനാകട്ടെ അത് സകലരിലും എത്തിക്കണമെന്ന് ആശപ്പെടുത്തു. ഈ ആശ നിറവേറ്റാൻ വേണ്ടി ബ്രഹ്മാവ് ഭാഗവത കഥകൾ നാരദമുനിക്ക് പറഞ്ഞുകൊടുത്തു. നാരദമുനിയും ഭാഗവത കഥകൾ കേട്ട് അതീവ സന്തുഷ്ടനായി. ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കഥ പ്രചരിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് നാരദമുനിക്കും തോന്നി. ദുഃഖിതരും നിരാലംബരുമായ സാധാരണക്കാർക്ക് സമാധാനവും ശാന്തിയും കൈവരാൻ ഭാഗവതം പോലെ പ്രയോജനപ്രദമായി മറ്റൊന്നുമില്ലെന്ന് നാരദമുനി വിശ്വസിച്ചു. ഇത് ഏത് രീതിയിലെങ്കിലും സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിച്ചേ മതിയാവൂ എന്നും നാരദമുനി നിശ്ചയിച്ചു. പക്ഷേ അവർക്കിടയിൽ അത് പ്രചരിപ്പിക്കാൻ കഴിവുള്ള ഒരാളെ കണ്ടെത്തണമല്ലോ. ഈ ആലോചനയോടെ ശ്രീനാരദ മഹർഷി ശ്രീനാരായണ സ്തുതിയുമായി ലോകത്തെങ്ങും അലഞ്ഞു നടക്കുകയായിരുന്നു. ആദ്യമൊക്കെ നിരാശയായിരുന്നു ഫലം. നാരദമുനിക്ക് ആരെയും കണ്ടെത്താനായില്ല. എങ്കിലും പ്രതീക്ഷ കൈവെടിഞ്ഞില്ല. ഒടുവിൽ ശ്രീനാരായണ സ്തുതിയുമായി നാരദമുനി സരസ്വതി നദീ തീരത്തെത്തി. അവിടെ വ്യാസമഹർഷി ധ്യാനത്തിലിരിക്കുകയായിരുന്നു. അതായത് ശ്രീശുക ബ്രഹ്മർഷിയുടെ അച്ഛൻ. പരാശരമുനിക്ക് സത്യവതിയിൽ ജനിച്ച വിഷ്ണു ഭഗവാന്റെ അംശാവതാരം, പരമഭക്തൻ, അഗാധ പണ്ഡിതൻ, വേദങ്ങളെ വിഭജിച്ച വേദവ്യാസനായ മഹാമുനി, മഹാഭാരതം രചിച്ച ഇതിഹാസകാരൻ. എങ്കിലും അദ്ദേഹം സന്തുഷ്ടനായിരുന്നില്ല. ധ്യാനത്തിലിരുന്ന വ്യാസമഹർഷി ശ്രീനാരായണ സ്തുതി കേട്ട് പെട്ടെന്നുണർന്നു. ആദ്യം വ്യാസന് വിശ്വസിക്കാനായില്ല. നാരദമുനി തൻ്റെ അടുക്കലേക്കാണ് വന്നിരിക്കുന്നത്. എന്തിനാവും ഈ ദേവർഷി ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നത്? വ്യാസൻ എണീറ്റ് ഭക്തിപൂർവ്വം നാരദമുനിയെ സ്വീകരിച്ചിരുത്തി. സ്വീകരണത്തിന് നന്ദിയായി നാരദമുനി ഹൃദ്യമായി പുഞ്ചിരിച്ചു. എന്നിട്ട് വ്യാസനോട് ചോദിച്ചു, അല്ലയോ വ്യാസമഹർഷി, അങ്ങയെ കണ്ടിട്ട് ഒരു ദുഃഖിതനെ പോലെ തോന്നുന്നു. മഹാഭാരതം രചിച്ച അങ്ങയെ ഈ ദുഃഖം ഒരിക്കലും ബാധിച്ചു കൂടാത്തതാണല്ലോ. എന്താണ് ഈ ദുഃഖത്തിന് കാരണം? നാരദമുനിയുടെ ചോദ്യം കേട്ടപ്പോൾ ഒരു നിമിഷം മുഖത്ത് സന്തോഷം പ്രകടിപ്പിക്കാൻ വ്യാസൻ ശ്രമിച്ചു. പെട്ടെന്നാണ് വ്യാസൻ ഓർത്തത്, മുന്നിൽ നിൽക്കുന്നത് നാരദമുനിയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ അഭിനയങ്ങൾക്ക് സ്ഥാനമില്ല. മുഖഭാവം മാത്രം കാണാനുള്ള കണ്ണല്ല അദ്ദേഹത്തിനുള്ളത്. അന്യരുടെ മനസ്സ് കാണാനും വായിക്കാനും ഈ ദേവർഷിക്ക് കഴിവുണ്ട്. ആ നിലയ്ക്ക് മനസ്സിലെ ദുഃഖം ഒന്നുകൊണ്ടും മൂടിവെക്കാനാവില്ല. മാത്രമല്ല, ദുഃഖകാരണം വെളിപ്പെടുത്തി അതിന് എന്തെങ്കിലും പരിഹാരം തേടാൻ ഈ ശ്രേഷ്ഠമുനിയെപ്പോലെ മറ്റൊരാളെ ലഭിക്കാനും പ്രയാസമാണ്. അതിനാൽ തൻ്റെ ദുഃഖത്തെക്കുറിച്ചും നാരദമുനിയോട് പറയുക തന്നെ വേണം. ഇങ്ങനെ ചിന്തിച്ച വ്യാസൻ നാരദ മഹർഷിയോട് പറഞ്ഞു, അല്ലയോ ശ്രീ നാരദ മഹർഷിയെ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. മഹാഭാരതം എന്ന ഇതിഹാസം എഴുതിയ ഒരുവൻ ദുഃഖിക്കാൻ പാടുള്ളതല്ല. അവൻ ദുഃഖങ്ങൾക്ക് അതീതനാവേണ്ടതാണ്. പക്ഷേ എന്നെ ദുഃഖം വിട്ടുമാറുന്നില്ല. മഹാഭാരതം മാത്രമല്ല ഞാൻ രചിച്ചത്. വേദം പഠിച്ച് അവയെ 4 പകുത്തു. പുരാണങ്ങളും 17 ഉപദേശിച്ചു. എന്നിട്ടും എൻ്റെ ജന്മലക്ഷ്യം നിറവേറ്റപ്പെട്ടിട്ടില്ലെന്ന തോന്നൽ എന്നെ വേട്ടയാടുന്നു. അതാണ് എൻ്റെ നിരാശയ്ക്കും ദുഃഖത്തിനും കാരണം. ഇതിൽ നിന്നും മോചനം നേടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയവുമില്ല. ഈ നിരാശയും ദുഃഖവുമായി തന്നെ എനിക്ക് മരിക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ ഭയം. അല്ലയോ ദേവർഷേ, അങ്ങ് വലിയ ബുദ്ധിമാനാണ്. ശ്രീനാരായണ സ്തുതിയുമായി സദാ ആനന്ദചിത്തനായി നടക്കുന്ന അങ്ങയിലെ ഈശ്വരപ്രസാദവും സുവിദിതമാണ്. അതിനാൽ എൻ്റെ നിരാശയ്ക്കും ദുഃഖത്തിനും അങ്ങ് ഒരു പ്രതിവിധി ഉപദേശിച്ചു തരണം. നാരായണ നാരായണ. വ്യാസൻ്റെ അപേക്ഷ കേട്ട മാത്രയിൽ നാരദമുനി നാരായണനാമം മൊഴിഞ്ഞു. എന്നിട്ട് ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, വ്യാസമഹർഷിയെ, അങ്ങ് മഹാഭാരതം രചിച്ചതും വേദം വിഭജിച്ചതും പുരാണങ്ങൾ പഠിച്ചതുമൊക്കെ ശരി തന്നെ. ധർമ്മത്തിൻ്റെ വിജയവും കർമ്മത്തിൻ്റെ മാർഗവുമൊക്കെയാണ് ഇവയിലൂടെ അങ്ങ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഭഗവത് ലബ്ധിക്കു വേണ്ടിയുള്ള ഭക്തിമാർഗത്തെക്കുറിച്ച് അങ്ങ് വേണ്ടത്ര ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. ഭാരതത്തിൽ ഭഗവാനെ പ്രശംസിച്ചിട്ടുള്ളത് ഞാൻ മറക്കുന്നില്ല.
എങ്കിലും ആ ഭഗവത് പ്രശംസ വേണ്ടത്ര ആഴത്തിലായിട്ടില്ല. പാപിയെ പരിശുദ്ധരാക്കി മാറ്റാൻ അതുകൊണ്ട് ആവില്ല. അതിനാൽ ഈശ്വര സാക്ഷാത്കാരത്തിന് എളുപ്പമായിട്ടുള്ള ഭക്തിയോഗത്തിലേക്ക് അങ്ങ് ശ്രദ്ധയൂന്നുക. അതിനുവേണ്ടി ശ്രീനാരായണ സ്തുതിയിൽ മുഴുകിയാലും ഭഗവാന്റെ അവതാര കഥകളും അവതാര ലക്ഷ്യങ്ങളും പാടിപ്പുകഴ്ത്തിയാലും അല്ലയോ വ്യാസമഹർഷിയെ, ഈ സത്കർമ്മത്തിലൂടെ അങ്ങേക്ക് ദുഃഖത്തിൽ നിന്ന് മുക്തി നേടാം, ജന്മസാഫല്യം കൈവരിക്കാം. നാരദമുനിയുടെ ഉപദേശം കേട്ടിട്ടും വ്യാസമഹർഷി ഒന്നും മിണ്ടിയില്ല. തെല്ലിട ഇരുവർക്കുമിടയിൽ മൗനം കനത്തും. അപ്പോഴും മഹതി എന്ന നാരദവീണ മുഴങ്ങുന്നുണ്ടായിരുന്നു. നാരദമുനിയുടെ വാക്കുകൾ അവിശ്വസനീയമായിട്ടല്ല വ്യാസമഹർഷി ഒന്നും മിണ്ടാതിരുന്നത്. അപ്പോഴും ശ്രീനാരായണ നാമത്തിൻ്റെ ശക്തി എത്രത്തോളമുണ്ടെന്ന് വ്യാസനെ ബോധ്യപ്പെടുത്താനായി നാരദമുനി തൻ്റെ പൂർവ്വജന്മകഥ പറയാൻ ആരംഭിച്ചു. നാരദമുനിക്ക് പൂർവ്വജന്മമോ? ബ്രഹ്മപുത്രനായ നാരദമുനിക്ക് ഒരു മുൻജന്മം സംഭവിക്കുന്നത് എങ്ങനെ? വ്യാസന് വിശ്വസിക്കാനായില്ല. അപ്പോഴേക്കും നാരദ മഹർഷി വ്യക്തമാക്കി. ഹേ വ്യാസമുനെ, അങ്ങ് കൽപ്പകാലത്തെക്കുറിച്ചു കേട്ടിട്ടില്ലേ? ആ കൽപ്പകാലത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അക്കാലത്ത് ആശ്രമസ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഒരു ശൂദ്രസ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ഒരേയൊരു മകനായിരുന്നു ഞാൻ. ഞാനാകട്ടെ ഒരു മടിയനായിരുന്നു. സംസാരിക്കുന്നത് പോലും ചുരുക്കം, അഥവാ സംസാരിച്ചാൽ തന്നെ വ്യക്തമാവുകയുമില്ല. മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കാൻ പോലും കൂടില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു മഴക്കാലത്ത് കുറേ മഹർഷിമാർ ഞങ്ങളുടെ താമസ സ്ഥലത്ത് വന്നെത്തി. കുറച്ചു കാലം താമസിക്കാനായാണ് അവർ വന്നത്. അപ്പോഴെനിക്ക് 5 വയസ്സുണ്ടാവും. മഹർഷിമാരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ എന്നെയാണ് അമ്മ നിയോഗിച്ചത്. അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ ഞാൻ ചെയ്തു പോന്നു. എൻ്റെ കഷ്ടപ്പാടുകളും പ്രത്യേക സ്വഭാവവും കണ്ടിട്ട് മഹർഷിമാർക്ക് എന്നിൽ അനുകമ്പയുണ്ടായി. അവർ എന്നെയും അവർക്കൊപ്പം താമസിപ്പിച്ചു. മുനിമാരുടെ ഭക്ഷണപാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുകയും പാത്രങ്ങളിൽ ശേഷിച്ചിരുന്ന എച്ചിലാഹാരം ഞാൻ കഴിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, അവർ ഉരുവിട്ടിരുന്ന ശ്രീനാരായണ സ്തോത്രങ്ങൾ കേൾക്കുകയും ഉരുവിടുകയും പതിവാക്കി. മാസം 4 കഴിഞ്ഞു. അതോടെ മഹർഷിമാർ വീട് വിട്ടു പോകാൻ ഒരുങ്ങി. എനിക്ക് വലിയ സങ്കടം തോന്നി. യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ അവർക്ക് മുന്നിൽ നിന്ന് ഞാൻ ഏങ്ങി കരഞ്ഞു. എൻ്റെ ആത്മാർത്ഥതയും സ്നേഹവുമൊക്കെ കണ്ടിട്ട് ഞാൻ നല്ലൊരു ശിഷ്യനാണെന്ന് മഹർഷിമാർക്ക് തോന്നിയിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ എനിക്ക് അവർ ഉപദേശം നൽകുമായിരുന്നില്ലല്ലോ. മഹർഷിമാർ പരമസത്യം മനസ്സിലാക്കാനുള്ള തത്വരഹസ്യം എനിക്ക് ഉപദേശിച്ചു തന്നു. ഫലം പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയിലൂടെയാണ് മനുഷ്യർക്ക് മുക്തി നേടാനാവുന്നത്. ഫലം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾക്ക് ഒരിക്കലും മുക്തി കാരണമാവില്ല. ഈശ്വരചിന്തയാൽ ചെയ്യുന്ന കർമ്മം മനുഷ്യരെ ഏതു സമയവും ദൈവചിത്തരാക്കും. അതിലൂടെ മോക്ഷപദത്തിലേക്ക് മോചിതരാവാം. ഇതൊക്കെ ആ മഹർഷീശ്വരന്മാരാണ് എനിക്ക് പഠിപ്പിച്ചത്. ഇതെല്ലാം ഉപദേശിച്ച ശേഷം അവർ യാത്രയായി. ഞാൻ ഒറ്റയ്ക്കായി. പക്ഷേ എന്നെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന എൻ്റെ അമ്മയെ വിട്ട് എവിടെയെങ്കിലും പോകാൻ എന്നെക്കൊണ്ടായില്ല. അങ്ങനെയിരിക്കെ അമ്മ പാമ്പുകടിയേറ്റു മരിച്ചു. എനിക്ക് ദുഃഖം സഹിക്കാനായില്ല. എങ്കിലും കൂടുതൽ ആലോചിച്ചപ്പോൾ സങ്കടത്തിന് വകയില്ലെന്ന് മനസ്സിലായി. ഈശ്വരേച്ഛ കൊണ്ടാണ് അമ്മ മരിച്ചത്. അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ജനിച്ച ഒരാളിന് എന്നെങ്കിലും മരിച്ചേ മതിയാവൂ. അമ്മ മരിച്ചതോടെ ഞാൻ വീട് വിട്ടിറങ്ങി. കൊടും കാടുകളിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു. ക്ഷീണിച്ച് വിവശനായപ്പോൾ കായ്കനികളും നീർച്ചോലകളിലെ വെള്ളവും കുടിച്ച് ക്ഷീണമകറ്റി. ഒരു നാൾ ഞാൻ മരച്ചോട്ടിൽ ധ്യാനനിരതനായി ഇരിക്കുകയായിരുന്നു. ഏറെ നേരം ശ്രീനാരായണ സ്തുതിയോടെ നാരായണ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു നിമിഷം ഒരു പ്രഭാപ്രസരം മനസ്സാകെ നിറഞ്ഞു. ആ പ്രകാശത്തിനുള്ളിൽ ശ്രീനാരായണൻ്റെ ദിവ്യരൂപം തെളിഞ്ഞു വന്നു. എന്തെന്നില്ലാതെ ഞാൻ സന്തോഷചകിതനായി. ഞാൻ തുള്ളിച്ചാടി. ഭക്തിപാരവശ്യം തീർത്ത മാസ്മരികമായ ആനന്ദത്തിൽ ഞാൻ കണ്ണീരൊഴുക്കി. അടുത്ത നിമിഷം ആ പ്രകാശവും രൂപവും അപ്രത്യക്ഷമായി. എനിക്കൊന്നും അറിയാനായില്ല. എങ്ങും ഇരുൾ. പ്രകാശത്തിൻ്റെ നേരിയ ഒരു കണം പോലും എങ്ങുമില്ല. ഞാൻ എവിടെയാണ്? എങ്ങോട്ട് പോകാനാണ്? എങ്ങനെ പോകാനാണ്? എനിക്കൊന്നും പിടികിട്ടിയില്ല. സ്വബോധം നഷ്ടമായ ഭ്രാന്തനെ പോലെ ഞാൻ മുന്നിലെ ഇരുളിൽ മിഴിച്ചിരുന്നു. അപ്പോഴേക്കും എൻ്റെ കാതുകളിൽ ഒരു അമൃതധ്വനി കേട്ടു. ശൂന്യതയിൽ നിന്ന് ഒഴുകി വന്ന ശ്രീനാരായണൻ്റെ അമൃതമൊഴി. പ്രിയ ഭക്ത, ഇനി ഈ ജന്മത്തിൽ നിനക്ക് എന്നെ കാണാനാവില്ല.
ഈ ലോകജീവിതത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം നേടിയാലേ നിനക്ക് എന്നോടൊപ്പം എത്തിച്ചേരാനാവൂ. എന്നാൽ നിനക്കിപ്പോൾ എന്നെ കാണാൻ കഴിഞ്ഞത് നിന്റെ ഭക്തി നിഷ്ഫലമല്ലെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. നീ ഈ ഭക്തിമാർഗത്തിൽ തന്നെ തുടരുക. നിനക്ക് എന്നെങ്കിലും എന്നെ പ്രാപിക്കാനാവും. ഭഗവാന്റെ അശരീരിക്കു ശേഷം അന്തരീക്ഷമാകെ സുഗന്ധം പരന്നു. അതോടെ ഇരുൾ മാറി, പ്രകാശം ഒഴുകി, നഷ്ടപ്പെട്ട എൻ്റെ ബോധം തെളിഞ്ഞു. അതിനുശേഷം ശ്രീനാരായണസ്തുതിയുമായി ഞാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുകയായിരുന്നു. ഐഹികമായ എല്ലാ മോഹങ്ങളും നശിച്ചു. സംതൃപ്തവും സന്തോഷവും നിറഞ്ഞ താപസ ജീവിതത്തിലൂടെ ഞാൻ ശ്രീനാരായണനെ തന്നെ ഭജിച്ചു പോന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിധി എന്നെയും പിടികൂടി. എനിക്കും മരണം സംഭവിച്ചു. എൻ്റെ ഭൗതിക ശരീരം നിശ്ചേതനായി ഭൂമിയിൽ തന്നെ അവശേഷിച്ചു. ആത്മസ്വരൂപം പൂണ്ട ഞാൻ ശ്രീനാരായണൻ പള്ളികൊള്ളുന്ന പാലാഴിയിലേക്ക് കടന്നു ചെന്നു. ഞാൻ ബ്രഹ്മാവിൻ്റെ ഒരു നിശ്വാസത്തോടൊപ്പം അദ്ദേഹത്തിനുള്ളിൽ കടന്നു. യുഗങ്ങൾ കഴിഞ്ഞ് ബ്രഹ്മാവ് ലോകസൃഷ്ടി ആരംഭിച്ചപ്പോൾ അദ്ദേഹം ബ്രഹ്മപുത്രനായി എന്നെയും സൃഷ്ടിച്ചു. ഇന്നും ഞാൻ ഭഗവത് പ്രസാദം തേടി ശ്രീനാരായണ സ്തുതിയുമായി ലോകം ചുറ്റുകയാണ്. ദേവന്മാർ കനിഞ്ഞേകിയ മഹതി എന്ന ഈ വീണയുടെ സാന്ദ്രധ്വനിയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഈശ്വരമഹത്വം പാടി ലോകമാകെ സഞ്ചരിക്കുന്നു. ഭക്തിയാണ് എൻ്റെ മാർഗം. അതിനാൽ ശ്രീനാരായണൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് അല്ലയോ വ്യാസമഹർഷിയെ, അങ്ങേപ്പോലെ ഞാൻ ദുഃഖിതനോ നിരാശനോ അല്ല. അങ്ങേക്കും ഭഗവത് സ്തുതിയിലൂടെ ഭക്തിയോഗം പ്രാവർത്തികമാക്കാം. അതിലേക്കായി ഭഗവാന്റെ കഥകളും ഭഗവാന്റെ മറ്റവതാര കഥകളും വർണ്ണിച്ചുകൊണ്ട് ഒരു മഹാഭാഗവത പുരാണത്തിൻ്റെ സൃഷ്ടിയിൽ അങ്ങ് വ്യാപരിക്കാൻ ശ്രമിക്കുക. അങ്ങയുടെ ഭാഗവത പുരാണം പണ്ഡിതരിലും പാമരിലും വിശ്വാസരിലും അവിശ്വാസികളിലുമൊക്കെ ഭക്തിയുടെ അമൃതഹർഷം വർഷിക്കുമാറാകട്ടെ. അതിലൂടെ അവർക്ക് ബന്ധമോചനം ലഭിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞ് നാരദ മഹർഷി അപ്രത്യക്ഷനായി. എങ്കിലും മഹതി എന്ന നാരദവീണയുടെ സാന്ദ്രധ്വനി ശൂന്യതയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്നു. ക്രമേണ വ്യാസൻ ധ്യാനത്തിലാണ്ടു. ധ്യാന തീവ്രതയിൽ കഴിഞ്ഞ യുഗകഥകൾ ഓരോന്നോരോന്നായി ചുരുളഴിഞ്ഞു. ഭഗവത് കഥകളും ദശാവതാര ലക്ഷ്യങ്ങളും ഒന്നിനു പിന്നാലെ ഒന്നായി മിന്നി വന്നു. വ്യാസമഹർഷിയുടെ മനസ്സിൽ മഹാഭാഗവത പുരാണം തെളിഞ്ഞു. ഈ പുരാണാമൃതത്തെ മകനായ ശുഗനിലൂടെ വ്യാസമഹർഷി സാധാരണക്കാർക്കേകി.